വീടാനും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാനും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ധാരാളം ആളുകൾ കടങ്ങൾ വീടാൻ വേണ്ടിയും പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയും വീടുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും ഒക്കെ ദുആ ചെയ്യാൻ സ്ഥിരമായി പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ക്ലാസ് ആണിത്. നിങ്ങൾ സ്ഥിരമായി ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്ത് ഓതിയാൽ തീർച്ചയായും ദാരിദ്ര്യം ഒഴിവാകുകയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുണ്ടായിത്തീരുകയും ചെയ്യും. ഈ സംഭവം പറയുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായ സമയത്ത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ അവിടത്തെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ മരണമാസന്നമായ ആ രോഗത്തില് രോഗിയെ കണ്ട് മടങ്ങുന്നതിന് മുമ്പായി ഉസ്മാൻ തങ്ങള് ഇബ്നു മസ്ഊദ് എന്നവരോട് പറയാണ്, ഊസീലി ബനാതിക ബിശൈഇൻ മിനൽ മാലി. ഇബ്നു മസ്ഊദ് എന്നവരെ നിങ്ങളുടെ പെൺമക്കൾക്ക് കുറച്ച് സമ്പത്ത് വസീയത്ത് ചെയ്യണേ, അവർക്ക് കുറച്ച് സമ്പത്ത് മാറ്റിവെക്കണേ എന്ന്. വകാന ഇൻദഹു അർബഉ ബനാത്തിൻ മഅ സ്വബിയാൻ. ഇബ്നു മസ്ഊദ് എന്നവർക്ക് ആൺകുട്ടികളോട് കൂടെ 4 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ പഠിക്കേണ്ട വിഷയം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നത്. ഫഖാല ലഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് എന്നവർ ഉസ്മാൻ തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്, വകൈഫ അസ്അലുകൽ മാല, നിങ്ങളോട് ഞാൻ എങ്ങനെ മുതൽ ചോദിക്കുക. വഖദ് തറക്തു ലഹും സൂറത്തുൽ വാഖിഅ മൻ ഖറഅഹ അവ്വല നഹാരിഹി വഖാഉല്ലാഹുൽ ഫഖറ തൂല യൗമിഹി. ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നു, ഉസ്മാൻ തങ്ങളെ എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലവരും ഒരു ദിവസം രാവിലെ സൂറത്തുൽ വാഖിഅ ഓതുകയാണെങ്കിൽ വഖാഹുല്ലാഹുൽ ഫഖറ തൂല യൗമിഹി, ആ ദിവസം പൂർണ്ണമായി ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു തആല അവരെ സംരക്ഷിക്കും. അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, ഫഖർ ഉണ്ടാവൂല, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവൂല, ഐശ്വര്യമാണ് ഉണ്ടാവുക എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങള് ഉസ്മാൻ തങ്ങൾക്ക് മറുപടിയായി പറയുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ സൂറത്തുൽ വാഖിഅ സുബ്ഹിയുടെ ഉടനെ ഓതുക, അതുപോലെ രാത്രി മഗ്‌രിബിന് ശേഷവും ഓതുക. എന്നാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, ഫഖർ ഉണ്ടാവൂല, ഐശ്വര്യമുണ്ടാവും, സാമ്പത്തിക ശേഷി ഉണ്ടാവും, നമ്മുടെ കടങ്ങളൊക്കെ വീടിക്കിട്ടും, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകളിലൊക്കെ വലിയ ബർക്കത്തും നിഅമത്തും ഉണ്ടായിത്തീരും. അപ്പൊ അതെല്ലാവരും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ. കുറെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.